ഫ്രണ്ട്സ്, മഴതോരും മുൻപേടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അലീന ആൻ്റപ്പൻ ചേട്ടനോടും പൗലോസേട്ടനോടും ഇങ്ങനെ സാവിത്രി വന്ന് പോയതിൻ്റെ വിശേഷങ്ങൾ പറയുവാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ പഞ്ചസാരയും അരിയും പയറ് അതേപോലെ വെളിച്ചെണ്ണ ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആവുന്നേ എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, മോളെ ഞാൻ പറഞ്ഞില്ലേ, അയ്യോ പാവങ്ങളാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, ഇങ്ങനെ സഹായിക്കുന്നതൊക്കെ നിങ്ങളുടെ കേണൽ സാബിന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കും കേട്ടോ. കാരണം സ്റ്റാൻലിനോട് പറഞ്ഞിട്ടല്ലേ അവരിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, മോളെ അതെ, ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തിനാ സാബിനോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൈകാര്യം ചെയ്യില്ല പതിവെന്ന് പറയും. അപ്പോൾ അലീന പറയും, ശരി എന്നാൽ നിങ്ങളങ്ങോട്ട് വരുമല്ലേ എന്നും പറഞ്ഞ് അലീന അങ്ങോട്ട് പോകും. അപ്പോൾ പൗലോസേട്ടൻ പറയും, ഇതേ പണിയാവും കേട്ടോ, ഇന്ന് നമ്മുടെ ഉറക്കം കളഞ്ഞു, നാളെ ഇവള് നമ്മുടെ ജോലി കളയോ ആവും എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, ഒന്നും മിണ്ടാതിരിയടാ, പിന്നെ ഇത് എൻ്റെ ഏരിയ അല്ല കേട്ടോ, നിൻ്റെ ഏരിയ, ആ കൊച്ചു കണ്ണു വെച്ചേക്കണതേ അടുക്കളയിലാ എന്ന് പറയും. അപ്പോൾ പൗലോസേട്ടൻ പറയും, പിന്നെ ആര് കണ്ണു വെച്ചാലും അടുക്കള എൻ്റെ ഭരണമാണ്, അടുക്കള എൻ്റെ സ്ഥലമാണ് എന്ന് പിന്നെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കും നമ്മുടെ അലീന ഇങ്ങനെ വീടൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക, പുറത്ത് കൂടി ഇങ്ങനെ നടക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് ബൈജു വരും. അപ്പോൾ ബൈജു വന്നിട്ട് ചോദിക്കും, എന്താ എന്താ ഇങ്ങനെ നടക്കുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അല്ല ചേട്ടാ, ഞാൻ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് ഓർത്താ എന്ന് പറയും. അപ്പോൾ ബൈജു പറയും, ഇല്ല, ഇന്നലെ ആൻ്റപ്പൻ ചേട്ടനോട് പറഞ്ഞായിരുന്നല്ലോ സാബ് കൊണ്ട് നടന്ന് കാണിക്കാനായിട്ട്, എന്നിട്ട് കാണിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഒരു സ്ഥലം ഒരു പ്രാവശ്യം മാത്രം കണ്ടാൽ മതി എന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ ചുമ്മാ നടന്ന് കണ്ടു എന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ചേട്ടൻ്റെ പേരാണോ ബൈജു എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ ബൈജു, പിന്നെ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാലും എന്നെക്കാളും കുറച്ച് പ്രായം ഉണ്ടാവുമല്ലോ എന്ന് പറയും. അപ്പോൾ ബൈജു പറയും, അത് ശരിയാ, കുറച്ച് പ്രായം കൂടുതലുണ്ടാവും എന്ന് പറയാം. അപ്പോൾ അലീന പറയും, എന്നാൽ ഞാൻ ചേട്ടാന്ന് വിളിക്കാം, അതൊരു ബഹുമാനമല്ലേ ചേട്ടാ എന്നിങ്ങനെ പറയും. അപ്പോൾ ബൈജു പറയും, അലീന കുഞ്ഞ് ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അതെ, എന്നെ കുഞ്ഞെന്നൊന്നും വിളിക്കണ്ട കേട്ടോ, അലീന അത് മതി എന്ന് പറയും. എന്നാൽ അലീന എവിടെയായിരുന്നു, ഓർഫനേജിലാണെന്ന് പറഞ്ഞല്ലോ, പാലായിലുള്ള ഓർഫനേജിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, അല്ല, ഞാൻ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അവിടെ ഉള്ള ഒരു അനാഥാലയത്തിൽ മറ്റ് അനാഥ കുട്ടികളോടൊപ്പം ജീവിച്ചു പോകുമായിരുന്നു എന്ന് പറയും. പിന്നെ അപ്പോൾ എങ്ങനെ പാലയിലെത്തിയേ എന്ന് പറയും. അപ്പോൾ അത് അവിടെ ഒരു മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു, അതിന് ശേഷം പിന്നെ ഞാൻ ഈ പറഞ്ഞ പാലയിലേക്ക് പോയി, പാലയിൽ വേറൊരു വീട്ടിലേക്ക് പോയി, അവിടെ പോയി വീട്ടുജോലിക്കാരിയായിട്ട് നിന്നു, പിന്നീട് അവിടെ എനിക്കൊരു അച്ഛനെ കിട്ടി, സഹോദരങ്ങൾ കിട്ടി എന്നൊക്കെ ഇങ്ങനെ അലീന പറയാം. അപ്പോൾ പറയും, വീട്ടുജോലി എന്ന് പറയുമ്പോൾ എന്നൊക്കെ ചെയ്യും എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഞാൻ അടിച്ചു വാരും, തുടക്കും, പാത്രം കഴുകും, അലക്കും എന്നിങ്ങനെ പറയുമ്പോൾ വൈജു ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, എന്നാലും കണ്ടാൽ പറയില്ല കേട്ടോ വീട്ടുജോലിക്കാരിയായിട്ടൊക്കെ നിന്നു എന്ന്. അപ്പോൾ അലീന പറയും, കാണുന്ന പോലെ അല്ലല്ലോ ചേട്ടാ, മനുഷ്യന്മാരുടെ മനസ്സല്ലേ, ഓരോരുത്തരും ഓരോ സൈസല്ലേ എന്നൊക്കെ ഇതിനൊക്കെ പറയും. എന്നിട്ട് അതിനെ അന്ന് ശരിയേട്ടാ എന്നും പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി പോട്ടോ. അങ്ങനെ ബൈജു പൗലോസേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ പൗലോസേട്ടൻ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു സിഗരറ്റും കൊണ്ട് വന്നേ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ വലിക്കുക. അപ്പോൾ ബൈജു പൗലോസേട്ടനോട് പറയും, ചേട്ടാ, ആ പെണ്ണുണ്ടല്ലോ, അവൾ തറയാ, അവളെ എന്തോ കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഇവർ നമ്മളെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ മുമ്പിൽ പൊടിയിടാനുള്ള ഇവരുടെ കള്ളത്തരാ, ഇതാ പാലാക്കാരൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും. അയാൾ കുറച്ച് നാൾ പാലയിൽ അയാളുടെ മകളാണെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് നടന്നു, വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ പറ്റിച്ചു കാണും. അപ്പോൾ ആ ഐഡിയ വലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേണൽ സാബിനോട് പറഞ്ഞു കൊടുത്തായിരിക്കും, ഇതാ പാലാക്കാരനും കേണൽ സാബും തമ്മിലുള്ള ടൈപ്പാന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ പറയും. അപ്പോൾ പൗലോസ് പറയും, ശരിയാ, എനിക്കും അങ്ങനെ തോന്നി എന്ന് പറയും. അപ്പോൾ ബൈജു പറയും, അല്ലാതെ പിന്നെ 23 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് ആഗ്രയിൽ വെച്ച് ഒരു സ്നേഹിച്ചൊരു പെണ്ണിലുണ്ടായിരുന്ന കൊച്ചാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് വന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളൊക്കെ ഇന്ന് മണ്ടന്മാരാ എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരോട് സംസാരിക്കും കേട്ടോ. അപ്പോൾ ബൈജു പറയും, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്, ഇത് കേണൽ സാബിൻ്റെ ഭാര്യേനെയും മക്കളെയും കുടുംബക്കാരെയും എല്ലാവരെയും അങ്ങോട്ട് അറിയിക്കണം എന്ന് പറയും. അപ്പോൾ പൗലോസേട്ടൻ പറയും, ശരിയാ, നീ പറഞ്ഞപ്പോൾ എനിക്കും തോന്നുന്നുണ്ട്, എല്ലാവരെയും അറിയിക്കണം എന്നിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇവരുടെയൊക്കെ അധികാരം പോകില്ലോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈജു പറയും, അന്ന് നമുക്ക് കുട്ടിച്ചായനെ ആദ്യം വിളിച്ച് പറഞ്ഞാലോ, പുള്ളിയാവുമ്പോൾ പറന്നെത്തിക്കോളും എന്ന് പറയും. അങ്ങനെ അപ്പോൾ പൗലോസേട്ടൻ പറയും, അന്ന് നീ വിളിക്കുക എന്ന് പറയും. അങ്ങനെ ബൈജു ഫോൺ എടുത്ത് കുട്ടിച്ചായനെ വിളിക്കുക. അപ്പോൾ കുട്ടിച്ചായൻ എന്ന് പറയുന്നത് സ്റ്റാൻലിയുടെ അപ്പച്ചനാട്ടോ. അപ്പോൾ സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഇങ്ങനെ പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ചോദിക്കും, ഹലോ എന്ന് ചോദിക്കും. അപ്പോൾ ബൈജു പറയും, കുട്ടിച്ചായ, ഇത് ഞാനാ ബൈജു എന്ന് പറയും. അപ്പോൾ കുട്ടിച്ചായൻ ചോദിക്കും, എന്താണ് ബൈജു, നീ ചത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബൈജു പറയും,
പിന്നെ എന്നെക്കാളും പ്രായം ചെന്ന ആൾക്കാരവിടെ മീശയും പിരിച്ച് നടക്കുക അപ്പോഴല്ലേ ഞാൻ എന്ന് പറയുമ്പോൾ പറയും ഓ നിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിക്കും. എന്താണ് പിന്നെ നീ അങ്ങനെ വെറുതെ വിളിക്കലില്ലല്ലോ, എന്താ വിളിച്ചേ എന്ന് കുട്ടിച്ചായൻ ചോദിക്കും. അപ്പോൾ പറയും ബൈജു ഇങ്ങനെ ഓരോന്നായിട്ട് വിവരിച്ച് കൊടുക്കാം കേട്ടോ കുട്ടിച്ചായൻ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാലാക്കാരൻ ഇവിടെ വന്നിരുന്ന് കൊണ്ടുവന്നു അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒപ്പം സപ്പോർട്ടിന് പൗലോസും ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കുട്ടിച്ചായൻ അങ്ങോട്ട് ദേഷ്യമാവുക. കാരണം അറിയാലോ സ്റ്റാൻഡിയുടെ അപ്പച്ചന് കാര്യങ്ങൾ അറിയാലോ. അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള് സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ബബിത ചായയായിട്ട് വരും. അപ്പോൾ ചായയും എന്തോ കഴിക്കാനും ഉണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ കൊടുത്തു കഴിയുമ്പോൾ കൃഷ്ണ ചോദിക്കും എന്തേ അമ്മ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും ഞാൻ കൊടുത്തായിരുന്നോ വിളിച്ചായിരുന്നോ അപ്പോൾ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും ബബിതേച്ചി ചുമ്മാ അമ്മയായിട്ട് തല്ലുപിടിക്കാൻ നിൽക്കരുത്, ഓരോന്ന് പറയുമ്പോൾ ഒന്ന് അടങ്ങണേ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ തെറ്റോ ബുദ്ധിമുട്ടോ കണ്ടാൽ ഞാൻ എന്തായാലും പറയും, അതിനിപ്പോൾ അമ്മയല്ല ആരായാലും ഞാൻ പറയും എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും ഓ സീനിയർ വൈജയന്തിയും ജൂനിയർ വൈജയന്തിയും തമ്മിലുള്ള ഫൈറ്റ് കാണേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും ഒന്ന് പോടി എന്നും പറഞ്ഞിങ്ങനെ ഇവരിങ്ങനെ പറയാം. അപ്പോൾ ചോദിക്കും ബബിത പറയും അച്ഛനെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്താവോ ഇത്ര വൈകണേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയും കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, അത്ര നേരം കൂടി ഒരു സമാധാനം ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുക. അപ്പോൾ ബബിത അങ്ങോട്ട് കയറി പോകാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ്റെ കാറ് വരുവാണ്. അപ്പോൾ കാറ് വന്നു കഴിയുമ്പോൾ കാർ പോർച്ചിലിട്ടു ബാലൻ കാറിലിരുന്നിട്ട് മക്കളെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വരുന്നതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അച്ഛൻ എന്താ വൈകിയേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല മോളെ ഞാൻ കടയിലും കൂടി കയറിയിട്ടാണ് വന്നത്, ഇനി അപ്പോൾ ഒരു പണിയില്ല, ഇന്ന് മൊത്തം ഇവിടെ ഇരിക്കാമെന്ന് ഓർത്തു എന്നിങ്ങനെ പറയും. അപ്പോൾ ബാബു പിന്നെ പറ അലീന ചേച്ചിക്ക് സങ്കടമായോ, പിന്നെ അവിടെ എങ്ങനെയുണ്ട്, അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടാവോ, അവിടെ ആരൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഇവർ കൃഷ്ണയും ബബിതയും കൂടി ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ബാലൻ പറയും കഴിഞ്ഞോ, ഇനി എനിക്ക് പറയാൻ കുറച്ച് സമയം തരുമോ, എന്നാൽ പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ പോയി ഇരിക്കുക. എന്നിട്ട് പറയും അലീനയ്ക്ക് സങ്കടമായോന്നു, അവൾ ഇവിടെ നിന്ന് മനസ്സോടെയല്ല പോയത്, നമ്മളൊക്കെ കണ്ടില്ലേ സങ്കടമായി കാണും, പിന്നെ അവളെ അവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാമോ സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് അവിടെയാണ്. പിന്നെ ബുദ്ധിമുട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും, അവൾക്ക് ചിലപ്പോൾ നമ്മൾ മറന്നുപോയിന്നും ഇരിക്കാം സന്തോഷം കൊണ്ട് എന്ന് പറയുമ്പോൾ ബബിത പറയും പിന്നെ മറന്നുപോയി അങ്ങനെയൊന്നും മറക്കുകയൊന്നുമില്ല, അതിനെ അലീന ചേച്ചി അല്ലാതിരിക്കണം എന്നൊക്കെയാണ് പറയും. അപ്പോൾ ബാലൻ പറയും ഓ ഞാനൊന്നും പറഞ്ഞില്ലേ മറക്കില്ലായിരിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ബാലൻ ഇങ്ങനെ അകത്തേക്ക് പയ്യെ നോക്കിയിട്ട് പറയും നിങ്ങളുടെ അമ്മ വന്നോന്ന് കേട്ടു, എന്തായി വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോള് പറയും ഇവിടെ നിന്ന് പോയ അമ്മ തന്നെ വൈജയന്തി തന്നെയായിട്ട് തിരിച്ചു വന്നു എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും അപ്പോൾ ഒരു മാറ്റം ഇല്ലല്ലേ, അവളിങ്ങനെ അവിടുത്തെ സഹോദരന്മാരുടെയും ഒക്കെ ഉള്ള തൻ്റെടിയായിട്ടുള്ള മകളും മരുമകളും ഒക്കെ അമ്മയൊക്കെ ആണല്ലേ ഇപ്പോഴും എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇവരിങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ബാലൻ എന്തിനാ പറയും അപ്പോൾ ബബിത ചോദിക്കും അച്ഛൻ ചായ എടുക്കട്ടെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കൃഷ്ണൻ പറയാം എന്നാൽ അച്ഛൻ ഞാൻ ഒരു ചായ തരാം എന്ന് പറയും. അപ്പോൾ പറയും ചായ ആയിക്കോട്ടെ ഞാൻ അപ്പോഴേക്കും പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങനെ അകത്തേക്ക് പോവാം. നമ്മുടെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി മുകളിലേക്ക് പോകാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിയുടെ എൻട്രി. വൈജയന്തി ചോദിക്കും ബാലചന്ദ്രൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ പറയും അല്ല അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ പോയത് ഇത്ര വൈകി വരാൻ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇന്ന് തുറച്ചു നോക്കും. അപ്പോൾ വൈജയന്തി പറയും ഇന്നലെ എവിടെയായിരുന്നു, അവളെ ഇന്നലെ കൊണ്ടുപോയി വിട്ടോ അതോ ഇന്നോ എന്നൊക്കെ ഇനി സംശയിച്ച് ഒരുമാതിരി മോശമായ രീതിയിൽ ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടിട്ടോ. എന്നിട്ട് ചോദിക്കും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, നീ ഇത്ര നാൾ എവിടെയായിരുന്നു ആരുടെ കൂടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും ഞാൻ എവിടെയായിരുന്നു എന്ന് ബാലചന്ദ്രന് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കും. പറയും പിന്നെ നീ എവിടെയൊക്കെ പോകുന്ന ആരുടെയൊക്കെ പോകുന്നൊക്കെ അന്വേഷിച്ചടക്കലല്ലേ എൻ്റെ ജോലി, എനിക്കതിനൊന്നും നേരമില്ല എന്ന് പറയും. അപ്പോൾ അത് അന്വേഷിക്കലല്ലേ ജോലി എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും ഞാൻ എവിടെയായിരുന്നെന്ന് പറയേണ്ടതും എൻ്റെ ഭർത്താവ് എവിടെയായിരുന്നു എന്ന് അറിയേണ്ടതും എൻ്റെ ആവശ്യമാണ് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറയും. അപ്പോൾ പറയാൻ പറ്റില്ല, പറയാൻ പറ്റാത്ത എവിടെയായിരുന്നു അതുകൊണ്ടാണ് എന്തൊക്കെ നടക്കുമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ബാലചന്ദ്രൻ പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലൊളിപ്പിച്ചിട്ട് ആരോടെങ്കിലും ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്ന ശീലം എനിക്കില്ല എന്ന് പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കും എന്താ ഞാനാണോ അപ്പോൾ മനസ്സിലൊളിപ്പിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും അതൊക്കെ സ്വന്തം മനസാക്ഷിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞ് ഇവരിങ്ങനെ തല്ലുകൂടാ കേട്ടോ.
അപ്പോൾ എനിക്കറിയണം എന്നുള്ള വാശിയിൽ തന്നെയാണ് വൈജയന്തി ഇങ്ങനെ ചുമ്മാ ചൊറിയാൻ നടക്കുക. അപ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലായി ഇത് കൈ വിട്ട് പോകും. വേഗം തന്നെ കൃഷ്ണ വേദന പറയും, ഒന്ന് മതി, ഒന്ന് നിർത്ത്, അമ്മയുടെ നാക്ക് ചൊറിയുന്നുണ്ടോ? അമ്മ എവിടെയായിരുന്നു ഇത്രയും കാലം? അമ്മ ഞങ്ങളെ മക്കളെയും ഭർത്താവിനെയൊക്കെ ഇട്ടേച്ച് പോയതല്ലേ? ഒരു ദിവസം രാത്രി ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ വണ്ടി എടുത്തുകൊണ്ട് പോയത്? അതിന് പണിയും കിട്ടി, 2-3 മാസം ആശുപത്രിയിലും കിടന്നു, എന്നിട്ടും പഠിച്ചില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് ചോദിക്കും. അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കും, അമ്മ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ഞങ്ങളും പോയിരുന്നു പല സ്ഥലത്തും, എന്നിട്ട് ആരും ചോദിക്കുന്നൊന്നുമില്ലല്ലോ, എന്നിട്ട് ഇപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുക ഓരോ ചോദ്യങ്ങൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ വൈജയന്തി പറയും, നിർത്തടി, നീ എൻ്റെ വയറ്റിനകത്തു നിന്ന് തന്നെ വന്നതല്ലേ, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ കൃഷ്ണമോള് പറയും, അമ്മ ചൂടാവുകയൊന്നും വേണ്ട, അമ്മ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആൾ. പിന്നെ അമ്മയ്ക്ക് ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരു അമ്മയുടെ ശബ്ദത്തിന് ഒരു വിലയില്ല, പിന്നെ ഉള്ള വിലയും കൂടി നശിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയണ്ട, കാരണം വൈജയന്തി ഒറ്റപ്പെട്ട്. അപ്പോൾ ബാലനും ബബിതയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾ നല്ല മറുപടി കൊടുത്ത് കണ്ടപ്പോൾ ബാലൻ പിന്നെ മിണ്ടാതെ മുകളിലേക്ക് പോയി, കൃഷ്ണമോൾ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ബബിത പയ്യെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, എന്താ അമ്മേ, അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് പോകട്ടോ, കാരണം ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അലീന ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടീനോട് പറഞ്ഞില്ലല്ലോ, രേവതിക്കുട്ടി പിണങ്ങിയിരിക്കുകയെന്ന് രോഹിത്ത് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ രേവതിക്കുട്ടിയുടെ വിളിക്കുവാണ്. അപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ രേവതിക്കുട്ടി പറയും, ഓ പിന്നെ എന്നെ ആരും വിളിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അലീന പറയും, എൻ്റെ പൊന്നു മോളെ, ഞാൻ ടെൻഷനിലായിരുന്നൂടി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ ഒരു വാക്ക് വിളിച്ച് പറയണേന് എന്താ, ഇവിടെ നിന്ന് അവിടെ വരെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അലീന പറയും, എന്നോട് പൊറുക്കടി, ക്ഷമിക്കടി എന്നൊക്കെ പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, അന്ന് ഞാൻ ഒരു പണി ചെയ്യട്ടെ, ഞാൻ ഇവിടെ നിന്ന് വേറെ വല്ലയിടത്തോട്ട് പോട്ടെ പറയാതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയും, മോളെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഞാൻ രോഹിനോട് പറഞ്ഞായിരുന്നല്ലോ നിന്നെ വിളിച്ച് പറയാൻ എന്ന് പറയും. അപ്പോൾ പറയും രേവതിക്കുട്ടി പറയും, പിന്നെ ആ കുരങ്ങൻ വിളിച്ചിട്ട് പറഞ്ഞു, അലീന ചേച്ചി ഇവിടെ നിന്ന് പോയി, ഞങ്ങളൊക്കെ വിഷമത്തിലാണ്, ഇത്ര പറഞ്ഞ് ഫോൺ വെച്ചു എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാനും ആ നേരത്ത് വിളിച്ചായിരുന്നെങ്കിൽ അത്രേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പറയും, അതൊക്കെ പോട്ടെ, എന്നാൽ ചേച്ചി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, എവിടെയാ കുളത്തൂർ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുളമാണോ കടലാണോ മലയാണോ എന്താ, ചക്കയാണോ മാങ്ങയാണോ എന്താ പറ എന്ന് പറയും. അപ്പോൾ അലീന പറയും, കുളമല്ല കുളത്തൂർ പുഴ എന്നിങ്ങനെ പറയും. ഇതൊരു പ്ലാന്ററുടെ വീടാ, ഒരു എസ്റ്റേറ്റാ എന്നൊക്കെ പറയും. പിന്നെ അച്ഛൻ എന്നോട് വഴിയിൽ വെച്ച് ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഇതൊരു സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്നും കാര്യങ്ങളൊക്കെ. പിന്നെ നിനക്കറിയാമോ, ഈ സ്റ്റാൻലി ജോസഫ് ആരാന്ന് പറഞ്ഞാൽ നീ ഞെട്ടും എന്ന് പറയും. അപ്പോൾ പറയും, ഞെട്ടോ, അതെന്താ? അപ്പുറം പുള്ളിക്കാരനെ കേണല പട്ടാളത്തിലായിരുന്നു എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയും, ആണോ, അപ്പോൾ നമ്മുടെ മാമച്ചനങ്ങളുടെ പോലെ മിലിറ്ററിയിലായിരുന്നു അല്ലേ എന്ന് പറയും. അപ്പോൾ അതല്ലടി, ആ സ്റ്റാൻലി ജോസഫ് ആരായിരുന്നു എന്ന് പറഞ്ഞാൽ നീ ഞെട്ടു എന്ന് പറയും. അപ്പോൾ പറയും, പിന്നെ ഞെട്ടാനെന്താ, അവിടെ എന്താ വല്ല യുദ്ധം നടക്കുന്നുണ്ടോ, അതുപോലെ തോക്കും ബോംബൊക്കെ വെച്ച് വെടിയൊക്കെ വെച്ച് നടക്കുന്നുണ്ടോ എന്നിങ്ങനെ അലീനയോട് രേവതിക്കുട്ടി ചോദിക്കാം. അപ്പോൾ പറയും, പിന്നെ നിനക്ക് ആരാ ഈ സ്റ്റാൻലി ജോസഫ് എന്നറിയാമോ? പണ്ട് എൻ്റെ അമ്മ വൈജയന്തിയെ ആഗ്രയിൽ വെച്ച് പ്രണയിച്ച ആളാന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ആകെ ഞെട്ടു കേട്ടോ. അപ്പോൾ അത് എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയാം, എൻ്റെ പപ്പ ഈ സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ, എന്താ ഈ അലീന പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പുറം ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിക്കും. ചേച്ചി പറ ഇതെങ്ങനെയൊക്കെയാ എന്നൊക്കെ പറയും. അപ്പുറം അതിങ്ങനെ അച്ഛൻ എന്നോട് വഴിയിൽ വെച്ചാൽ പറഞ്ഞത്, ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സ്റ്റാൻലി എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരണത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് മറക്കാതെ കാണണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.